സഞ്ജയ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന കഥയറിയാതെ സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻ. കോളേജിൽ പഠിക്കുന്ന മകളെ കണ്ടുവരുന്ന വിശ്വനാഥ മേനോൻ തന്റെ പഴയകാലം സങ്കടത്തോടെ ഓർക്കുന്നു. ഇവിടെ ധാരാളം ലേബർ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. 65 ദിവസത്തോളം സ്ട്രൈക്കിന്റെ പേരിൽ ഒന്നും നടന്നില്ല. പിന്നെ മൊത്തത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണക്കുറവും. അതുകൊണ്ട് പെർഫോമൻസ് തീരെ മോശമായിരുന്നു. അല്ല, ഇത്തവണ അങ്ങനെ ആവില്ല. എസ്പെഷ്യലി മിസ്റ്റർ വിഷ്ണുവിനെ പോലെ ഒരാൾ മാനേജറായിട്ട് ചാർജ് എടുക്കുമ്പോ. ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതെന്റെ മിസ്സസ് ഗീത and my children, Shaji, Usha. Hello. Hello, Shaji. Hello, Usha. ഇത് രാമൻ നായർ. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കുമ്പോൾ എന്റെ കൂടെ രജിസ്റ്റർ ഓഫീസിൽ വരാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ മാത്രം. ഞങ്ങൾ 3 പേരും പിന്നെ ഒന്നിച്ചായിരുന്നു. 6 മാസം. പിന്നെ അവൾ പോയി. രാമൻ നായരും ഞാനും മാത്രം ബാക്കിയായി. എല്ലാ കഥകളും എനിക്കറിയാം. മിസ്റ്റർ വിഷ്ണു ഇവിടെ ചാർജ് എടുക്കാൻ വരുന്ന അറിഞ്ഞപ്പോ തന്നെ ഗീതയോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. വിഷ്ണു വിശ്വനാഥന്റെ കുടുംബവുമായി വളരെ പെട്ടെന്ന് തന്നെ അടുത്തു. മിസ്സസ് സുഷ്നാഥന്റെ പെയിന്റിങ്സ് അല്ലേ? യു ആർ റൈറ്റ്. ഞാനിത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. They are beautiful. ആദ്യമേ പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ ഡെലിക്കസി കൊണ്ട് പറഞ്ഞില്ലെന്ന് മാത്രം. ഇപ്പോ മേ ബി കുടിച്ചതുകൊണ്ടായിരിക്കും തുറന്ന് സംസാരിക്കാൻ കഴിയും. പെയിന്റിങ്സ് ആർ ബ്യൂട്ടിഫുൾ. മിസ്സസ് വിശ്വനാഥനൊന്നും കഴിക്കുന്നില്ല. It's all right. Come on, please. വിശ്വനാഥന്റെ കുടുംബത്തോടൊപ്പം വിഷ്ണു ഒരു ടൂർ പോകുന്നു. അവിചാരിതമായ ഒരു സാഹചര്യത്തിൽ വിഷ്ണുവിനെയും ഗീതയെയും ആരോ ഒരാൾ കാണുന്നു.
സംഭവത്തിന് ശേഷം വിഷ്ണുവിൻ്റെയും ഗീതയുടെയും സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ഹലോ ഹലോ, മിസ്സസ് വിശ്വനാഥനല്ലേ? ഞാൻ വിഷ്ണു. ഐ എം സോറി. ഞാൻ കാരണം നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. തെറ്റ് എന്റേതാണ്. ഞാൻ അദ്ദേഹത്തോടും നിങ്ങളോടും തെറ്റ് ചെയ്തു. ഒന്നും അറിയാത്ത ഭാവമാണ് വിശ്വേട്ടന്. ഒന്ന് വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ, തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിന്റെ വീർപ്പുമുട്ടൊന്ന് മാറിയേനെ. എന്നോട് ഒന്നും ഭാവിക്കാതെയാണ് പെരുമാറ്റം. കാണുമ്പോ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് ധൈര്യമില്ല. ഞാൻ ആകെ അപ്സെറ്റാണ്. വിശ്വനാഥന്റെ പെരുമാറ്റം വിഷ്ണുവിലും ഗീതയിലും ഭീതി ഉളവാക്കുന്നു. സോറി, ഞാൻ മട്ടൻ കഴിക്കാറില്ല. അത് ഇവക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാ എടുത്തോ. എനിക്ക് വേണ്ട. ഓ, എച്ചിലായോണ്ടായിരിക്കും. കേട്ടോ മിസ്റ്റർ വിഷ്ണു, ഉഷയ്ക്കാണെങ്കിൽ ഞാൻ കഴിക്കുന്നതിന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഉടനെ വേണം. ഡാഡിയുടെ വിചാരം അവിടെ പ്രത്യേക സ്നേഹം കൊണ്ടാന്നാ. അതൊന്നും അല്ല, അവൾ ഭയങ്കര വയറിയാ. ഓ, അത് നിന്റെ തീറ്റ കണ്ടപ്പോഴേ വിഷ്ണുവിന് മനസ്സിലായി കാണും. വിശ്വേട്ടൻ പോയി. വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. ഇന്നലെ രാത്രി അദ്ദേഹം സംസാരിച്ചത് ശ്രദ്ധിച്ചു. അർത്ഥം വെച്ചുള്ള ചോദ്യങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്നാൽ തുറന്നിട്ട് ചോദിക്കുന്നുമില്ല. മനസ്സാകെ വീർപ്പുമുട്ടി നിൽക്കുകയാണ്. എത്ര നാളെന്ന് കരുതിയ എങ്ങനെ. ഗീത അലക്കാനെടുത്ത ഉഷയുടെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ലഭിക്കുന്നു. ഇതെന്താ? ഗോപിയുടെ ഫോട്ടോ. അതെനിക്കറിയാം. അതല്ല ഞാൻ ചോദിച്ചത്. ഇതെങ്ങനെ നിന്റെ ജീൻസിന്റെ പോക്കറ്റിൽ വന്നു? ഞാൻ വെച്ചിട്ട് എന്തിന്? എനിക്ക് ഇഷ്ടമായിട്ട്. ഇഷ്ടമായിട്ടോ? അതെ, ഗോപി എനിക്ക് ഇഷ്ടമാണ്. നീ ആരോടാ സംസാരിക്കുന്നറിയാമോ? അറിയാം, എന്റെ അച്ഛന്റെ ഭാര്യയോട്. അച്ഛന്റെ ഭാര്യയോ? അപ്പൊ ഞാൻ നിന്റെ ആരാ? നിങ്ങൾ എന്റെ അമ്മയല്ല, അമ്മയല്ല, അമ്മയല്ല. നീ എന്താടി പറഞ്ഞത്? ഞാൻ നിന്റെ അച്ഛന്റെ ഭാര്യയാണെന്നോ? അപ്പൊ ഞാൻ നിന്റെ ആരാ? പറയടി, പറയടി, ഞാൻ നിന്റെ ആരാ? പറയാൻ. അച്ഛന്റെയും വിഷ്ണുക്കളുടെയും ഭാര്യ. വിഷ്ണു ഉഷയുടെ അടുക്കലെത്തി ഡാഡിയോട് ഒന്നും പറയരുത് എന്ന് പറയുന്നു. പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താ? ഉഷ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് പിന്നെ ജീവിതമില്ല. ഉഷയുടെ മമ്മി, വിശ്വനാഥൻ, ഉഷ എല്ലാവരും തകരും. അത് വേണോ ഉഷേ? അങ്കിളുടെ മുഖത്ത് നോക്കി പറയും. ഞാൻ പറയും. അരുത് കുട്ടി,
വീണ്ടും വിചാരമില്ലാതെ ഒന്നും ചെയ്യരുത്. 2 തവണ ഞാൻ ഡാഡിയോട് പറയാൻ ഒരുങ്ങിയതാണ്, പക്ഷെ സാധിച്ചില്ല. എന്റെ ഡാഡി ഒരു പാവമാണ്. ഇനി ഞാൻ പറയും. പറയരുത്. 2-3 ജീവിതങ്ങൾ ഒന്നിച്ച് നശിപ്പിക്കണം. അതാണ് വാശിയല്ലേ? പക്ഷേ പ്ലീസ്, ഐ റിക്വസ്റ്റ് യു. വിഷ്ണു അങ്കിളാണ് പറയുന്നത്. പറഞ്ഞില്ലേ? പറയരുത്. പറയും. പറയില്ല. നോ, ഞാൻ പറയും. നോ, നീ പറയില്ല. ഞാൻ പറയും. നോ, 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 നീ പറയില്ല. ഉഷ സഹോദരൻ ഷാജിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. പാവൻ ഡാഡി ചതിക്കായിരുന്നു അമ്മ. നമ്മുടെ അമ്മ ചീത്തയാണ് ഷാജി. ഡാഡിയോട് പറയാൻ ഒരുങ്ങിയതാണ് ഞാൻ, പറ്റിയില്ല. പറയരുതെന്ന് അമ്മ പറഞ്ഞു. വിഷ്ണുക്കളെ നിർബന്ധിച്ച് പറയരുതെന്ന്. ഞാൻ പറയുന്നെന്നെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ നശിപ്പിച്ചു ഷാജി, എന്നെ നശിപ്പിച്ചു. ഗീതേ, ഗീതേ, രാമൻ നായർ വിശ്വനാഥ മേനോന്റെ വീട്ടിലെത്തുന്നു. വിഷ്ണുവിന്റെ സ്ഥിതി ഇപ്പൊ എങ്ങനെയുണ്ട്? മരിച്ചിട്ട് ഇന്നേക്ക് 14 ദിവസം ആവണം. സുഖമില്ലാണ്ടിരുന്നു കൊണ്ടാ അറിയിക്കാതിരുന്നു. സാർ അന്ന് വന്ന് കണ്ടു പോന്നേ പിന്നെ കുറയല്ല കൂടുകയാണ് ഉണ്ടായത്. കണ്ടു നിൽക്കാൻ വയ്യാതായി, അത്രക്കായി ഒടുക്കായപ്പോ. അവസാന സമയത്ത് നല്ല ബോധമുണ്ടായിരുന്നു. എന്തൊക്കെയാ എണ്ണിപ്പറക്കി കരഞ്ഞ്. ഇതെല്ലാം കാണാനും കേൾക്കാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണു മരിച്ചു ഇന്നലെ. കഥയൊന്നും അറിയാതെ നരകിച്ച് ജീവിക്കേണ്ടി വന്ന വിശ്വനാഥ മേനോന്റെ കഥന കഥ മനോഹരമാക്കിയ സംവിധായകൻ മോഹന് അഭിനന്ദനങ്ങൾ.